ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഒരു റീഡിംഗ് എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷമത്തിൻ്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളെല്ലാം നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെയുള്ള റീസൺ ഒക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആവേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബ്രീത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇൻഹെയിൽ ആൻഡ് എക്സെയിൽ അങ്ങനെ കുറച്ച് തവണ ചെയ്യുക. നന്നായി ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, അതൊന്ന് ഹോൾഡ് ചെയ്യുക, അതിനുശേഷം ശ്വാസം ശക്തിയായി പുറത്തേക്ക് വിടുക. നിങ്ങളൊന്ന് റിലാക്സ്ഡ് ആയി ഏറ്റവും നല്ലൊരു റീഡിംഗ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നിങ്ങളുടെ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾക്കൊന്ന് ഓവർകം ചെയ്യാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സൊല്യൂഷൻ കിട്ടാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു 7 കാർഡ് സ്പ്രെഡ് എടുത്തുകൊണ്ട് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്, അതുപോലെ ഇത് ടൈംലെസ് റീഡിംഗ് ആണ്. അതായത് എപ്പോഴാണോ ഈ ഒരു മെസ്സേജ് നിങ്ങളിലേക്ക് വരുന്നത് ആ സമയം തൊട്ടാണ് ഇത് വാലിഡ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ടുകളയുക. കാരണം നിങ്ങളൊന്നും ഇത് ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കാനുള്ള കാര്യങ്ങളല്ല ടാരോ പറഞ്ഞു തരുന്നത്. ടാരോ എന്ന് പറയുന്ന ഒരു ഗൈഡൻസ് ആണ്. ഓക്കെ, ഒരു സ്പിരിച്വൽ ഗൈഡൻസ് ആണ്, നമുക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന മെസ്സേജുകളാണ്. ഒരിക്കലും ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എൻ്റെ പേഴ്സണൽ തോട്ട്സോ ഞാൻ ഈ ഒരു കാര്യത്തിൽ ഷെയർ ചെയ്യുന്നതല്ല. എനിക്ക് യൂണിവേഴ്സിൽ നിന്നും കിട്ടുന്ന മെസ്സേജ് എന്താണോ അത് മാത്രം ഷെയർ ചെയ്യുന്ന ഒരു റീഡറാണ് ഞാൻ. ഓക്കെ, അല്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളെ വേറൊരു ഡയമെൻഷനിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് താല്പര്യമില്ല. ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴാണ് എനിക്ക് നിങ്ങൾക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള ഒരു റീഡിംഗ് തരാൻ പറ്റുക. സോ നിങ്ങളുടെ ഇപ്പോഴത്തെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണ്, നിങ്ങളുടെ കൺഫ്യൂഷൻ, നിങ്ങളുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, ആളുകൾ, വ്യക്തികൾ, സാഹചര്യങ്ങളെല്ലാം നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്, നിങ്ങളുടെ ഇന്നർ ബ്ലോക്കേജസ് എന്താണ്, നിങ്ങളിപ്പോൾ ഈ സിറ്റുവേഷനിൽ നിന്നും പഠിക്കേണ്ട പാഠം എന്താണ്, നിങ്ങളുടെ ലൈഫിലെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ് എന്താണ്. ഇത്രയും കാര്യങ്ങളുടെ ഒരു സ്പ്രെഡാണ് 7 കാർഡ് സ്പ്രെഡ്. സോ അതൊന്ന് ഇപ്പം നമ്മൾ 7 ക്വസ്റ്റ്യൻസ് ആൻഡ് അതിൻ്റെ ആൻസേഴ്സ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഒരു സ്പ്രെഡ് എന്താണെന്ന് നോക്കാം. ബാക്കി കാർഡ്സ് ഞാൻ മാറ്റി വെക്കട്ടെ, അതിനുശേഷം നമുക്ക് ഈ സ്പ്രെഡ് ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോൾ നിങ്ങളിങ്ങനെ ഡിസോറിയൻറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഇല്ലാത്തതുപോലെ ഫീൽ ചെയ്യാൻ നിങ്ങളുടെ ഈ ഒരു വിഷമത്തിൻ്റെ റീസൺ എന്താണ്? ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു ഹിഡൻ കോസ് ഓഫ് കൺഫ്യൂഷൻ ഉണ്ട്. അതായത് നിങ്ങൾ ഈ കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിൽക്കാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ലൈഫിൽ മിസ് ചെയ്യുന്നത്, എന്തോ ഒരു കാരണം ഉണ്ടാവും, അത് നോക്കാം. ഓക്കെ, നിങ്ങളുടെ എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസസ്, ആളുകൾ, വ്യക്തികൾ, സാഹചര്യങ്ങൾ ഒക്കെ അവരുടെ എനർജി നിങ്ങളെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങളുടെ ഇന്നർ ബ്ലോക്കേഴ്സ്, പേടി, നിങ്ങളുടെ ഡൗട്ട്സ്, നിങ്ങൾക്ക് ചില പാറ്റേൺസ് ഒക്കെ ഉള്ളിലുണ്ടായിരിക്കും. എന്താണ് നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നും പഠിക്കേണ്ട പാഠം, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യണമെന്ന് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവേണ്ട ഗൈഡൻസ്. ഓക്കെ, നൈസ്. എന്താണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന മെസ്സേജ്? യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് എന്താണ്? ഇതാണ് നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ്. ഓക്കെ, സോ നമുക്ക് ഈ ഒരു റീഡിംഗ് ഒന്നുകൂടി വിശകലനം ചെയ്ത് നോക്കാം. ആക്ച്വലി നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന ഒരു വിഷമത്തിൻ്റെ റീസൺ എന്നാണെങ്കിൽ പോലും എനിക്ക് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. വളരെ പോസിറ്റീവ് ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു റീഡിംഗ് കണ്ടപ്പോൾ തോന്നുന്നത്. അതിൽ ഫസ്റ്റ് വൺ, നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങളിപ്പോൾ ഇങ്ങനെ ഒരു ലോസ്റ്റ് അങ്ങനെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കുണ്ടല്ലോ ഇന്നർ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ട്. അതായത് മേ ബി ഇന്നർ ചൈൽഡ്ഹുഡിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ചില വേദനകളായിരിക്കാം, നിങ്ങൾ മിസ് ചെയ്ത ചില ഫ്രണ്ട്സ് ആയിരിക്കാം, ചിലപ്പോൾ ഇതൊന്നുമല്ല, നിങ്ങൾ ആരോടും ഷെയർ ചെയ്തിട്ടില്ലാത്ത കുറച്ച് കാര്യങ്ങളായിരിക്കാം. ആക്ച്വലി നമ്മളൊരു പ്രശ്നത്തിൻ്റെ സൊല്യൂഷൻ തേടി പോകുമ്പോൾ അതിൻ്റെ വേരെവിടെയാണ് തപ്പിപ്പോണം. നിങ്ങളുടെ ഇന്നർ ചൈൽഡുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ ചില വ്യക്തികളെ, ചില സാഹചര്യങ്ങളെ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതൊരു പഴയ സ്ഥലമായിരിക്കാം, നിങ്ങൾക്ക് നൊസ്റ്റാൾജിയ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിരിക്കും. മേ ബി ആ ഒരു സ്ഥലം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ നിങ്ങളുടെ പകുതി മനസ്സിൻ്റെ ഭാരം കുറയും, നിങ്ങളുടെ വിഷമതകൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറും.
ഓക്കെ, ഇതൊരു നൊസ്റ്റാൾജിക് എനർജിയാണ്. അതായത് ഇപ്പോൾ ഉള്ള ഒരു പ്രശ്നമല്ല നിങ്ങളുടെ വിഷമത്തിൻ്റെ റീസൺ. നിങ്ങളുടെ പണ്ടെപ്പോഴും അനുഭവിച്ച ഒരു പ്രശ്നമാണ്, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു വ്യക്തിയൊക്കെയാണ് നിങ്ങളുടെ ലൈഫിൽ ഇതിനു മുമ്പ് വന്നിട്ടുള്ളത്. അതായത് ഈ പ്രസന്റ് സിറ്റുവേഷനിൽ നടന്നൊരു വിഷയമല്ല നിങ്ങളെ വിഷമിപ്പിക്കുന്നത്, അതിനു മുമ്പ് നിങ്ങളുടെ ലൈഫിൽ നടന്ന ഒരു വിഷയമാണ് നിങ്ങളെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ. ഓക്കെ, നിങ്ങളുടെ പാസ്റ്റ് അതാണ് നിങ്ങളെ ഇപ്പോൾ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് പാസ്റ്റിലേക്ക് തിരിച്ചു പോകാനായിട്ട് പറ്റില്ല. പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് പുറകോട്ട് പോലും നമുക്ക് പോകാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ നമ്മളുടെ ഇന്നർ ചൈൽഡിനെ ഏതെങ്കിലും രീതിയിൽ സന്തോഷിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ അന്ന് ആഗ്രഹിച്ച എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക് വേണ്ടിയിട്ട്? ഓക്കെ, ആ ഇന്നർ ചൈൽഡ് എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ഒരു കുട്ടി ആഗ്രഹിച്ചതോ നേടണമെന്നോ ഒക്കെ വിചാരിച്ച കാര്യങ്ങൾക്ക് നേടാൻ ഇനിയും സമയമുണ്ട്. അപ്പം അതിലേക്ക് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം എനിക്ക് ഇവിടുന്ന് കിട്ടുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഇന്നർ ചൈൽഡിനെ നിങ്ങൾ ഹീൽ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഇൻസിഡൻസോ വ്യക്തികളോ ഒക്കെ നിങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യങ്ങളായിരിക്കും നിങ്ങളെ വിഷമിപ്പിക്കുന്നതെന്നാണ് അവിടെ കിട്ടിയൊരു മെസ്സേജ് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കോസ് ഓഫ് കൺഫ്യൂഷൻ, അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ ഇപ്പോൾ വിഷമിപ്പിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റാത്ത റീസൺ എന്താണെന്ന് നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയ കാർഡാണ്. ആൻഡ് ഈ കാർഡ് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് ജീവിതത്തിൽ ഒരുപാട് ഡ്രീംസ് ഉണ്ട്. പല കാര്യങ്ങൾ നേടണം എന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയാണ് നിങ്ങൾ. പലത് ചെയ്യണം എന്ന് വിചാരിച്ചൊരു വ്യക്തിയാണ്. ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ പല കാര്യങ്ങളും ചെയ്യാൻ പോയപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. പല കാര്യങ്ങളിലേക്കും ഡിസ്ട്രാക്ഷൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കുറേ പേര്, അതായത് ചില ആളുകൾക്ക് എല്ലാവരെയും സന്തോഷിപ്പിച്ചാലേ പറ്റൂ, അല്ലെങ്കിൽ ആരെയും പിണക്കാതെ ജീവിക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ നമ്മളുടെ ഒരു തീരുമാനങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആളുകളെ വിഷമിപ്പിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് ആളുകളെ എല്ലാം സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിച്ചൊരു വ്യക്തിയാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരുന്ന ഡ്രീംസ് ഒക്കെ നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്ന് കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങൾക്ക് എല്ലാം ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുമായിരുന്നു, പക്ഷേ എന്താണ്, റിയൽ അല്ലായിരുന്നു അതൊന്നും. നിങ്ങൾക്ക് ചിലപ്പോൾ ചില സാഹചര്യങ്ങൾ, ചില വ്യക്തികൾ, ചില എന്താ പറയുക, ചില ഗിഫ്റ്റുകൾ ഒക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അതൊന്നും നിങ്ങൾക്ക് നിലനിന്നിട്ടില്ല. ഓക്കെ, നിങ്ങൾ ഇപ്പോൾ ഈ നിങ്ങളുടെ ചുറ്റുമുള്ള ഈ ഒരു മായിക വലയം, അതിലേക്കല്ല കോൺസെൻട്രേറ്റ് ചെയ്യണം. നിങ്ങൾക്ക് പല ഓപ്ഷൻസ് തോന്നും. ഓക്കെ, അതൊരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് ആവാം, നിങ്ങൾക്ക് അഡിക്ഷൻ ഉണ്ടാവുന്ന കാര്യങ്ങളാവാം, പല പല കരിയർ ഓപ്ഷൻസ് ആവാം, അങ്ങനെ പല കാര്യങ്ങൾ കാണും. നിങ്ങൾ ഒരു കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇൻറ്റ്യൂഷൻസിൽ നിങ്ങൾ ബിലീവ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഈ ഇല്യൂഷനായിട്ട് മായിക വലയമായി തോന്നുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകാതിരിക്കുന്നതാണ് നല്ലത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടത് ഒരു ക്ലാരിറ്റിയാണ്. ഓക്കെ, നിങ്ങളുടെ കൺഫ്യൂഷൻ ലൈഫിലെ മാറണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ എല്ലാം ചേസ് ചെയ്ത് പോകണം എന്നുള്ള പ്രശ്നം നിങ്ങൾ തീരും. അറ്റ് എ ടൈം ഒരു കാര്യം ചൂസ് ചെയ്യുക, അത് അച്ചീവ് ചെയ്യുക, അതിനുശേഷം അടുത്ത കാര്യത്തിലേക്ക് പോകാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി നിങ്ങൾ ഫേസ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഇൻഫ്ലുവൻസിനെ കുറിച്ച് നോക്കിയപ്പോൾ നമുക്കുണ്ടായ ഒരു കാർഡാണ്. സോ ഇവിടെ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കാർമിക് സൈക്കിളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത്, ഈ ഒരു കാർഡ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ചാണ്. ഒരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ഇപ്പം നിങ്ങളുടെ ചുറ്റും ഒരുപാട് ചേഞ്ചസ് ഒക്കെ, പല പല മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ട്വിസ്റ്റുകൾ ഉണ്ടായിരിക്കും. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ ചിലപ്പോൾ വരാം. നിങ്ങൾക്ക് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ചിലപ്പം പെട്ടെന്നൊരു ഹൈപ്പ്, ഇപ്പോൾ ബിസിനസ്സിലാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം നല്ല ബിസിനസ് നടക്കും, പിന്നെ കുറച്ച് ദിവസത്തേക്ക് യാതൊരു അനക്കം ഉണ്ടാവില്ല, ഭയങ്കര ലോയിലേക്ക് പോകും. അതുപോലെ നിങ്ങൾ എനർജിയുടെ കാര്യത്തിലാണെങ്കിൽ ചില ദിവസം നിങ്ങൾക്ക് നല്ല എനർജി ആയിരിക്കും, പല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ തോന്നും, പക്ഷേ ചില ദിവസത്തേക്ക് നേരെ താഴേക്ക് പോകും, ഒന്നും ചെയ്യാൻ തോന്നില്ല. സോ ഇങ്ങനെ ഒരു അപ്സ് ആൻഡ് ഡൗൺ, അല്ലെങ്കിൽ PSC ഒക്കെ പഠിക്കുന്നവർക്കാണെങ്കിലും അതെ, നന്നായിട്ട് പഠിക്കാൻ പറ്റുന്ന ദിവസം കാണും, ഒന്നും പഠിക്കാൻ പറ്റാത്ത ദിവസം കാണും. സോ ഇങ്ങനെ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു രീതിയിലായിരിക്കും നിങ്ങൾ പോകുന്നത്. അത് നിങ്ങൾക്ക് തോന്നും നിങ്ങൾ ഒട്ടും സ്റ്റേബിൾ അല്ലെന്ന്, പക്ഷേ ഇതൊരു കാർമിക് സൈക്കിളാണ്. നിങ്ങൾക്ക് സാഹചര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതല്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പല കാര്യങ്ങളും ഇവിടുന്ന് പഠിക്കാനുണ്ട്. നിങ്ങൾക്ക് ഒരു അലൈൻമെന്റ് നടത്താനുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ്, നിങ്ങൾ ലൈഫ് പർപ്പസ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിയാണ് നിങ്ങൾ അതിലേക്ക് പുഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സാഹചര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ വന്നുകൊണ്ടിരിക്കുന്നത്.
ഓക്കെ, അപ്പം ഇതൊരു ശിക്ഷാ നടപടിയോ കാര്യങ്ങളോ ഒന്നും അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് റിലീഫ് ഇല്ലാത്ത കാര്യമൊന്നും അല്ല. നിങ്ങൾ ചില കാര്യങ്ങൾ ലൈഫിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടി ഉണ്ടാവുന്ന ചില സാഹചര്യങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുക. അപ്പോൾ ഇപ്പം നിങ്ങളുടെ സാഹചര്യങ്ങളാണ് നിങ്ങളെ പല രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ള വ്യക്തികൾ പല രീതിയിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ഇടപെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു കാര്യം തീരുമാനിച്ചത് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 4 സൈഡിൽ നിന്നും പല അഭിപ്രായങ്ങൾ കേൾക്കേണ്ടി വരും. ഓക്കെ, ഓരോരുത്തരും നിങ്ങളെ പല രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കും. അതൊക്കെ നിങ്ങൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലെ ഒരു തീരുമാനം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിലുള്ള ഇടപെടലുകളായിട്ട് തോന്നാം. ഇപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും ആലോചിച്ച് വറീഡ് ആവണ്ട. ഇതൊന്നും നിങ്ങളുടെ ഒന്നിൻ്റെയും എൻഡ് ഒന്നും അല്ല. നിങ്ങളൊരു കൺട്രോളിലേക്ക് വരും. ഓക്കെ, നിങ്ങൾ ഔട്ട് ഓഫ് കൺട്രോൾ എന്നുള്ള രീതിയിലായിരിക്കും ഇപ്പം നിൽക്കുന്നത്. നിങ്ങൾ റീഡയറക്ഷനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളുടെ വഴി തിരിച്ച് യൂണിവേഴ്സ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എത്തേണ്ട സ്ഥലത്ത് നിങ്ങൾ എന്തായാലും എത്തും. നിങ്ങളുടെ ഇന്നർ ബ്ലോക്കേജസ് ഓക്കെ, ഇതിനെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ ആക്ഷൻസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുള്ളത്. അതായത് നിങ്ങളുടെ എനർജി എന്ന് പറയുന്നത് കൂടുതൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ആലോചിക്കാനായിട്ടും ഓവർ തിങ്ക് ചെയ്യാനായിട്ട്, ആലോചിക്കാനൊന്നുമല്ല ഓവർ തിങ്ക് ചെയ്യാനായിട്ടാണ്. ഓക്കെ, ഒരു കാര്യം ഒരു മുന്നിലോട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ ഓവർ അനലൈസ് ചെയ്യുക, വീണ്ടും അത് പരിശോധിക്കുക, ഇത് നടക്കുമോ ഇല്ലയോ, ഇങ്ങനെയൊക്കെ പല രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഐഡിയാസ്, ഇപ്പം നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പ്രിപ്പയർ ആകുമ്പോഴത്തേക്കും ആരെങ്കിലും വന്ന് നിങ്ങളെ ഇടപെടുന്നു, അതോടുകൂടി നിങ്ങൾ ആ ഒരു ഐഡിയ ശരിയാണോ അല്ലയോ എന്നൊക്കെ പല രീതിയിൽ ഡൗട്ട് ചെയ്യാൻ തുടങ്ങും. നിങ്ങളെ തന്നെ നിങ്ങൾ ഡൗട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു സിറ്റുവേഷനാണ്. അതുപോലെ നിങ്ങളെ മറ്റുള്ള വ്യക്തികളുമായിട്ട് കമ്പയർ ചെയ്യുന്നു. നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് നിന്നുകൊണ്ട് മുന്നോട്ട് കുതിക്കാൻ റെഡിയായി നിൽക്കേണ്ട ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ ഡ്രീംസിനൊപ്പം മുന്നോട്ട് പോകേണ്ട ഒരു വ്യക്തിയാണ്. പക്ഷേ നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഒരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, അതായത് പുതിയൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോൾ, ബുദ്ധിപരമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കേണ്ട സമയത്തേക്ക് വരുമ്പോൾ അത് ചെയ്യാതെ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിവിടെ ചെയ്യേണ്ടത് നിങ്ങളുടെ ചിന്തകളെ അടക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ചിന്തകളെ കാമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മെഡിറ്റേഷൻ ചെയ്യുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുകയോ പോസിറ്റീവ് തിങ്കിങ് കൊണ്ടുവരികയോ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ ഒന്ന് കൺട്രോൾ ചെയ്യണം. ഓക്കെ, മനസ്സിനെ കൺട്രോൾ ഇല്ലാതെ നിങ്ങൾക്ക് ലൈഫിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. അതാണ് നിങ്ങളുടെ ഇന്നർ ബ്ലോക്കേജ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ എന്താ പറയുക, ആക്ഷൻസ് എടുക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിന്തകളാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ലോസ്റ്റ് ഫീലിംഗ് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, നിങ്ങളുടെ ഇന്നർ വോയിസിൽ ഇപ്പം നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോഴും നിങ്ങൾ കേൾക്കുന്ന ഒരു എന്താ പറയുക, ബ്ലോക്കേജ് ആയിട്ടുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്, എനിക്കിത് പറ്റത്തില്ല, അല്ലെങ്കിൽ ഇത് ഞാൻ ചെയ്താൽ ശരിയാവില്ല, അല്ലെങ്കിൽ ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റുമോ, ഞാൻ പകുതി വഴി നിർത്തും, ഞാൻ തുടങ്ങിയാൽ ശരിയാവില്ല, എനിക്കിത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് തോട്ട്സ് വരും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇന്നർ വോയിസിലേക്ക് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഹാർട്ട് നിങ്ങളോട് എന്താ പറയുക, നിങ്ങളുടെ മനസ്സ് എന്താ പറയുന്നത്, നിങ്ങൾക്കിത് ചെയ്യണം എന്നാണോ, നിങ്ങളത് ചെയ്യുക. ഓക്കെ, അല്ലാതെ രണ്ടാമത് വരുന്ന തോട്ട്സിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഓക്കെ, ഇനി നിങ്ങൾ എന്താണ് പഠിക്കാനുള്ള പാഠം എന്ന് ചോദിച്ചപ്പോൾ കിട്ടിയ ഒരു കാർഡാണ്. ഇതും നിങ്ങളോട് പറയുന്ന ഒരു ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ചാണ്. വീൽ ഓഫ് ഫോർച്യൂൺ പറഞ്ഞതുപോലെ തന്നെ ഒരു ഡിവൈൻ ടൈമിങ്ങിനെ കുറിച്ചാണ് ഇതും പറയുന്നത്. ഇപ്പോൾ യൂണിവേഴ്സ് പറയുന്നതെന്ന് പറഞ്ഞാൽ നീ ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഒരു സീഡ്, ഒരു വിത്ത് വിതച്ചിട്ടുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ഒരു ചെടി നട്ടിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ റിസൾട്ട് കിട്ടാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട്സ് എന്താണ് പെട്ടെന്ന് വരാത്തതെന്ന് ആലോചിച്ച് വറി ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഇനി രക്ഷയില്ല എന്ന് തോന്നുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും റിസൾട്ട്സ് കാണാൻ പറ്റുന്നില്ല. ഓക്കെ, നിങ്ങൾ മേ ബി ഒരു എന്താ പറയുക, മറ്റുള്ളവർക്ക് ഹെൽപ്പ് ആകണമെന്ന് വിചാരിച്ചൊരു കാര്യം തുടങ്ങി വെച്ചിട്ടുണ്ടായിരിക്കും. ആളുകൾക്ക് ഹെൽപ്പ് ആവുന്നതിലൂടെ നിങ്ങൾ ഏൺ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ നിങ്ങൾ ആ എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് കാണും. പക്ഷെ നിങ്ങൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമുണ്ട്, ദർ ഇസ് എ ഡിവൈൻ ടൈമിങ്. ഓക്കെ, ആ സീസൺ ആകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ റിസൾട്ട്സ് കിട്ടും. ഓക്കെ, ഒരു ദൈവികമായൊരു പ്രിപ്പറേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീ ചെയ്യുന്ന എല്ലാം വേസ്റ്റ് ആവുന്നില്ല, അത്രയേ ഉള്ളൂ. ഓക്കെ,
കുറച്ച് സമയം എടുക്കുമായിരിക്കും, പക്ഷേ റിസൾട്ട് കിട്ടും. നെക്സ്റ്റ് നിങ്ങൾ ഉടനെ ചെയ്യേണ്ട നെക്സ്റ്റ് സ്റ്റെപ്പ് അല്ലെങ്കിൽ ഗൈഡൻസ് എന്താണെന്നുള്ളതാണ്. സോ ഇതൊരു മേജർ ആർക്കാന കാർഡാണ് നിങ്ങൾക്ക് കിട്ടിക്കുന്ന. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഓക്കെ, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ആൻഡ് ഈ ഒരു കാർഡ് കിട്ടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഫെമിനിൻ എനർജി കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് വളരെയധികം പൊട്ടൻഷ്യൽ ഉള്ള ഒരു വ്യക്തിയാണ്. ആക്ച്വലി നിങ്ങളിപ്പോൾ ഫൈനാൻഷ്യലി എന്തെങ്കിലും കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, മറ്റുള്ളവരെ സഹായിക്കാൻ പോലും, ഫൈനാൻഷ്യലി മറ്റുള്ളവരെ സഹായിക്കാൻ പോലും കെൽപ്പുള്ള വ്യക്തികളായി മാറാവുന്ന എനർജി ഉള്ള ആളുകളാണ്. ഓക്കെ, ഇതൊരു ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള റീഡിംഗ് അല്ല, ഫെമിനിൻ എനർജി കാർഡാണ് എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് പ്രോസ്പെറിറ്റി ക്രിയേറ്റ് ചെയ്യാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾ എവിടെയാകുന്നു അവിടെ നിങ്ങൾക്ക് വളരെയധികം പ്രോസ്പെറിറ്റി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, പക്ഷെ ഇപ്പം നിങ്ങൾ ഈ ടെൻഷൻസും പ്രശ്നങ്ങളും ഒഴിവാക്കിയിട്ട് എന്താ പറയുക, നിങ്ങളെ നർച്ചർ ചെയ്യാൻ ശ്രമിക്കണം. അതായത് ഔട്ട്കംസിനെ ആലോചിച്ച് ഒരുപാട് ഫോഴ്സ് ചെയ്യാതെ നിങ്ങളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളുടെ മനസ്സിനെ ടേക്ക് കെയർ ചെയ്യുക, നിങ്ങളുടെ വീട്ടിൽ സമാധാനം ഉണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതായത് നിങ്ങളുടെ ചുറ്റുപാടും സന്തോഷമുള്ള മനോഹാരിതയുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ, എപ്പോഴാണോ നിങ്ങൾ നിങ്ങളുടെ വർത്ത് മനസ്സിലാക്കുന്നത്, അതായത് നിങ്ങളുടെ വാല്യൂ നിങ്ങൾ എപ്പോഴാണോ മനസ്സിലാക്കാൻ തുടങ്ങുന്നത്, അതിനനുസരിച്ചുള്ള ഔട്ട്കമും നിങ്ങൾക്ക് കിട്ടാൻ തുടങ്ങും. നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ എല്ലാം അർഹിക്കുന്ന ഒരു വ്യക്തിയാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ ജീവിക്കേണ്ട ഒരു വ്യക്തിയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക ഫസ്റ്റ്. ഓക്കെ, ഒരു എംപ്രസ് ഒരിക്കലും ഒരു കാര്യത്തിനെയും പുറകെ ബെഗ് ചെയ്ത് പോവില്ല. ഓക്കെ, ഒരു രാജ്ഞിയെ കണ്ടാൽ, ഒരു കിരീടാവകാശിയായ ഒരു വ്യക്തിയെ കണ്ടാൽ ജനങ്ങൾ ബഹുമാനിക്കും, അല്ലേ? അല്ലാതെ അവരാരുടെയും പുറകെ പോയി ബെഗ് ചെയ്യാറില്ല, യാചിക്കാറില്ല, അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം അട്രാക്റ്റ് ചെയ്യാനുള്ള പവറുള്ള വ്യക്തിയാണ്. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുള്ള പവർ ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക, നിങ്ങൾക്ക് സെൽഫ് കെയറിലേക്ക് ഫോക്കസ് ചെയ്യുക. ഓക്കെ, നിങ്ങളുടെ ഡയറക്ഷൻ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മുന്നിലേക്ക് വന്നോളും. ഇനി നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്ന ഫൈനൽ മെസ്സേജ് എന്താണ് എന്നുള്ള കാർഡാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഫൈനൽ മെസ്സേജ് എന്ന് പറയുന്നത് നിങ്ങൾ വിജയിക്കുമെന്ന് തന്നെയാണ്. ഓക്കെ, നിങ്ങൾക്ക് വിജയം ലഭിക്കും, നിങ്ങളെ ആളുകൾ തിരിച്ചറിയും, നിങ്ങൾക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവും. ഓക്കെ, പക്ഷെ അത് നിങ്ങൾക്ക് ഇപ്പം കാണാൻ പറ്റിയെന്ന് വരില്ല, പക്ഷെ നിങ്ങൾ മുന്നോട്ട് തന്നെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ഫോളോ ചെയ്യണം. നിങ്ങളുടെ ഈ ഒരു യാത്ര ഒരു വിജയത്തിലേക്കാണ്. ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന എല്ലാ നഷ്ടങ്ങളും മാനസികമായിരിക്കാം, അതല്ല ഫിസിക്കലി ഉള്ള നഷ്ടങ്ങളായിരിക്കാം, ഫൈനാൻഷ്യലി ഉള്ള നഷ്ടങ്ങളായിരിക്കാം, എന്തൊക്കെയാണെങ്കിലും അതൊക്കെ ടെമ്പററി ആണ്. ഓക്കെ, തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ലൈഫിലുണ്ടായ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടേണിംഗ് പോയിന്റ് ആയിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഈ വിക്ടറി എന്ന് പറയുന്ന കാര്യം, വിജയം എന്ന് പറയുന്ന കാര്യം നിങ്ങളുടെ എന്താ പറയുക വിധിയിൽ എഴുതിയിട്ടുള്ളതാണ്. അതിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ട് വിഷമിച്ചിരിക്കേണ്ട ഒരാളല്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഒരു ഗൈഡൻസ് കിട്ടുന്നതാണ്. മുന്നോട്ട് പോകാൻ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ ഹീലിംഗ് ചെയ്തൊക്കെ മുന്നോട്ട് പോകാനായിട്ട്, നിങ്ങളുടെ സെൽഫ് വർത്ത് നിങ്ങൾ തിരിച്ചറിയാനായിട്ട്, നിങ്ങളുടെ വാല്യൂ നിങ്ങൾ തന്നെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ള ചില പരീക്ഷണങ്ങളാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഓക്കെ, ഈ ഒരു ഫേസിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ബിക്കോസ് ഒരു ദിവസം നിങ്ങൾക്ക് മനസ്സിലാവും എന്തിനായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ വന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് ഇന്നുള്ള യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കിട്ടിയ മെസ്സേജുകളാണ് ഞാൻ നിങ്ങൾക്ക് പാസ് ചെയ്തിട്ടുള്ളത്. എനിവേ, മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.